ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നതേ 10ാം ക്ലാസ്സിൽ CBSE 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 10 സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 10.2ലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അഥവാ 4, 5, 6, 7 ക്വസ്റ്റ്യൻസുകളാണ്. 4 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 10.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കാം. Prove that the tangent drawn at the end of a diameter of a circle are parallel. ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡിൽ വരച്ചിട്ടുള്ള ടാൻജൻറ്റുകൾ പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാനിവിടെ ഒരു സർക്കിളും ഒരു ടാൻജൻറ്റും ഒരു ഡയമീറ്ററും വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തിയറിയാണിത്. ശ്രദ്ധിച്ചോളൂ. ഇതിൽ MN ആണ് ഡയമീറ്റർ, ABയും PQവും ടാൻജൻ്റ് ആണ്. നോക്കിക്കോളാം, PNM 90 ഡിഗ്രിയാണ്. ഇതാ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. AMNും 90 ഡിഗ്രിയാണ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ്, ഡയമീറ്ററും ടാൻജൻറ്റും അല്ലെങ്കിൽ റേഡിയസും ടാൻജൻറ്റും ഒക്കെ സെയിം അല്ലേ? അപ്പോൾ ആ രണ്ട് ആംഗിളുകൾ എന്താണ്? 90 ഡിഗ്രിയാണ്. ഇതൊക്കെ നമ്മളുടെ തിയറി പ്രകാരം നമുക്ക് കിട്ടും. ഇനി AB ആൻഡ് PQ ആർ 2 ലൈൻസ് ആൻഡ് MN ഈസ് ദ ട്രാൻസ്വേഴ്സൽ. ABയും PQവും രണ്ട് ലൈൻസ് ആണ്. ആ ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ലൈനാണ് MN എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോളാം, ആംഗിൾ PNMും ആംഗിൾ AMNും കൂടി കൂട്ടാൻ പോവാണ് ഞാൻ. 90 കൂട്ടിയാൽ 180 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു തിയറി പറയുന്നുണ്ട്. സം ഓഫ് ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ഈസ് 180 ഡിഗ്രി, ദെൻ ദ ടു ലൈൻസ് ആർ പാരലൽ. ഓക്കെ, AB പാരലൽ ടു PQ എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് പല രീതികളിൽ തെളിയിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ MN ഡയമീറ്റർ ആണ്, PQയും ABയും പാരലാണ്. അപ്പോൾ PNM എന്താണ്? 90 ഡിഗ്രിയാണ്. BMN എന്താണ്? 90 ഡിഗ്രി. ഞാൻ ഇപ്പുറത്തെ ആംഗിൾ എടുത്തോട്ടോ, BMN അതും 90 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കിയേ, ആൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ അല്ലേ? ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻസ് എന്താണ്? പാരലൽ ആണ്. ആ ഒരു തിയറി വെച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു ഇതെന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. സംഭവം ഓക്കെ ആയല്ലോ? ഓക്കെ, ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിലുള്ള ആംഗിളുകൾ ആഡ് ചെയ്ത 180 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനുകൾ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം AB പാരലൽ ടു PQ. അപ്പോൾ ഡയമീറ്ററിൻ്റെ രണ്ടറ്റത്തുള്ള ടാൻജൻറ്റുകൾ പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്തല്ലോ. ഓക്കെ, the tangents drawn at the end of the diameter of a circle are parallel. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ താഴത്തേക്ക് എടുത്ത് എഴുതും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടു ദ ടാൻജന്റ് ടു എ സർക്കിൾ പാസസ് ത്രൂ ദ സെന്റർ. അതായത് ഒരു സർക്കിളിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്താ നമ്മൾ പറഞ്ഞിരുന്നു? എന്താ? ടാൻജൻറ്റും സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ സെന്ററിലൂടെ പാസ് ചെയ്യുന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടു ദ ടാൻജന്റ് എ സർക്കിൾ പാസസ് ത്രൂ ദ സെന്റർ. നോക്കിക്കോളാം, വി നോ ദാറ്റ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? ടാൻജന്റ് ടു എ സർക്കിൾ ഇസ് പെർപെൻഡിക്കുലർ ടു റേഡിയസ് അറ്റ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ടാൻജന്റ് ഒരു സർക്കിളിലേക്കുള്ള ടാൻജന്റ് റേഡിയസുമായിട്ട് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ 90 ഡിഗ്രി ഫോം ചെയ്യുന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ടാൻജന്റ് ടു എ സർക്കിൾ പെർപെൻഡിക്കുലർ ടു റേഡിയസ് അറ്റ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വെച്ചിട്ട് റേഡിയസും ടാൻജന്റും തമ്മിലുള്ള കോൺ എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, OP പെർപെൻഡിക്കുലർ ടു AB. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OP എന്താണ്? ABക്ക് പെർപെൻഡിക്കുലർ ആണ്. OP എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ? ഇനി OPB ഈക്വൽ ടു 90 ഡിഗ്രി. OPB എന്ന് പറയുന്ന ഈ ആംഗിളിനെ ഞാൻ 90 ഡിഗ്രി ആക്കിയിട്ട് എടുത്തു. ഇനി ഇവിടെ നോക്കിക്കോളാം, ലെറ്റ് us assume a point X such that XP perpendicular to AB. X എന്ന് പറയുന്ന ഒരു പോയിന്റ് അത് സെൻട്രൽ അല്ല എന്നുള്ളതൊന്ന് സങ്കല്പിക്കല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ X എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എടുത്തു. സച്ച് ദാറ്റ് XP പെർപെൻഡിക്കുലർ ടു AB. XP എന്ന് പറയുന്നത് ABക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ XPBയും 90 ഡിഗ്രി ആവണം. ആംഗിൾ XPBയും എന്താവണം? 90 ഡിഗ്രി. ഈ ആംഗിളും എന്താവണം? 90 ഡിഗ്രി ആവണം. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയേ. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഈക്വൽ ആണ്.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡും എന്താവണം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഒ പി ബി എന്ന് പറയുന്നത് എക്സ് പി ബിക്ക് ഈക്വൽ ആവണം. ഒ പി ബി ഈക്വൽ ആവണം എന്നല്ല, ഈക്വൽ ആണ്. ഈ കണ്ടീഷൻ പ്രകാരം ഒ പി ബി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? എക്സ് പി ബിക്ക് ഈക്വൽ ആണ്. ഇതെപ്പോൾ മാത്രമേ പോസിബിൾ ആവുള്ളൂ? എക്സ് പി പാസസ് ത്രൂ ഒ. എക്സ് പി എന്ന് പറയുന്നത് ഏതിലൂടെ പാസ്സാവണം? ഒയിലൂടെ പാസ്സാവുമ്പോഴല്ലേ നമുക്ക് ഈ കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ. ഒ പി ബിയും എക്സ് പി ബിയും ഈക്വൽ ആണ്. രണ്ടും ഒരേ ആംഗിൾ അല്ലേ, അപ്പോൾ രണ്ടും ഒരേ പോയിന്റ് കൂടെ പോകണ്ടേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹെൻസ് പെർപെൻഡിക്കുലർ ടു എ ടാൻജന്റ് പാസസ് ത്രൂ ദ സെന്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടാൻജന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ എന്ത് ചെയ്യുള്ളൂ? സെന്ററിലൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആവണം എന്നുണ്ടെങ്കിൽ സെന്റർ കൂടെ പോകണം എന്ന് പറഞ്ഞില്ലേ, അതല്ലേ ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ടു എ ടാൻജന്റ്, പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് പാസസ് ത്രൂ ദ സെന്റർ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാണ് ഈ എക്സസൈസിലെ സിക്സ്ത് ക്വസ്റ്റ്യൻ. The length of a tangent from a point at a distance 5 cm from the center of the circle is 4. Find the radius of the circle. നോക്കിക്കോളാം, ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. നോക്കിയാൽ the length of a tangent from a point A at a distance 5 cm from the center of the circle is 4 cm. At a distance 5 cm from the center. സെന്ററിൽ നിന്നും 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ നിന്നും വരച്ചിട്ടുള്ള ടാൻജന്റിന്റെ ലെങ്ത് ആണ് 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് നോക്കിയാൽ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്തൂടെ? ഒ പി എന്ന് പറയുന്നത് 90 ആണ്, ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ്. അപ്പോൾ നമുക്ക് ഇവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്യാലോ. ഹൈപ്പോട്ടനസ് ആരാണ്? ഒ എ ആണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ ഒ പി സ്ക്വയർ പ്ലസ് പി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ. ഒ പി ആണ് കാണേണ്ടത്. പി എ 4, 4ന്റെ സ്ക്വയർ. ഒ എ 5, 5ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്രയാ? 16, 5ന്റെ സ്ക്വയർ 25. ഈ 16നെ ഞാൻ ഇപ്പുറത്ത് കൊടുന്നു. അപ്പോൾ 25 മൈനസ് 16 കിട്ടും. 25 നിന്ന് 16 പോയാൽ എത്രയാണ്? 9. അപ്പോൾ ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒ പി എന്ത് വരും? √9 എന്ന് വരും. √9 എത്രയാ? 3. അപ്പോൾ ഒ പിയുടെ നീളം എത്രയാ? 3. അഥവാ റേഡിയസ് അത് എത്രയാണ്? 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. റേഡിയസ് 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. Then last question, two concentric circle are of radii 5 cm and 3 cm. Find the length of the chord of the larger circle which touches the smaller circle. Concentric circle എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരേ സെന്റർ ഉള്ള സർക്കിളുകളെയാണ് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ട് ഇതേ സർക്കിളിൻ്റെ തന്നെ സെന്ററിലൂടെ വേറൊരു സർക്കിൾ റേഡിയസ് എടുത്ത് വരച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ടാൻജന്റ്, വലിയ സർക്കിളിൻ്റെ കോഡ്, വലിയ സർക്കിളിൻ്റെ കോഡ് ഓഫ് ലാർജ് സർക്കിൾ, വലിയ സർക്കിളിൻ്റെ കോഡ് അഥവാ സീക്കൻഡ് വിച്ച് ടച്ചസ് ദ സ്മോൾ സർക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വരും ചിത്രം. ഓക്കെ, ഇവിടെ റേഡിയസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒ എ ഈക്വൽ ടു ഒ ബി. ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. കാരണം എന്താണ്? അത് ലാർജ് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. വലിയ സർക്കിളിൻ്റെ റേഡിയസ് അത് 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒ പി 3 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. ഒ പി എന്താണെന്ന് തന്നിട്ടുണ്ട്? 3 ആണ്. അത് ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ ഒ പി എന്ന് പറയുന്നത്. നോക്കിയേ, ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഒ പി. ഇനി നോക്കിയാൽ ഒ എ ബി ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഒ എയും ഒ ബിയും ഈക്വൽ ആയതുകൊണ്ട് ഒ എ ബി ഐസോസിലസ് ആണ്. ഐസോസിലസ് ആണെന്നുണ്ടെങ്കിൽ എ പി ഈക്വൽ ടു എന്തായിരിക്കും? പി ബി ആയിരിക്കും. ഇനി ഞാനിവിടെ എ പിയുടെ ലെങ്ത് അല്ലെങ്കിൽ പി ബിയുടെ ലെങ്ത് കാണാൻ പോവാണ്. ഇവിടെ ഒ എ പി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അതിലെ ഹൈപ്പോട്ടനസ് 5 ആണ്, ഒരു സൈഡ് 3 ആണ്. മറ്റേ സൈഡ് കാണാൻ നമുക്ക് പൈതഗോറസ് അപ്ലൈ ചെയ്തൂടെ അല്ലേ. ഒ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം എന്താ? റേഡിയസ് ആണല്ലോ. എ ബി എന്ന് പറയുന്നത് ടച്ചസ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ റേഡിയസ് ആണ്. ഈ ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ നമ്മൾ അപ്ലൈ ചെയ്തു. എച്ച് ഹൈപ്പോട്ടനസ് എത്രയാണ്? 5 ആണ്. ഓക്കെ, ദെൻ എ പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ. അഥവാ എ പി ആണ് നമുക്ക് കാണേണ്ടത്. ഒ പി 3 ആണ്, എ ഒ 5 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്, 5ൻ്റെ സ്ക്വയർ 25. 9 ഇപ്പുറം വരുമ്പോൾ എന്താവും? 25 മൈനസ് 9 16 എന്ന് കിട്ടും. അപ്പോൾ എ പി സ്ക്വയർ √16 അഥവാ 4 എന്നായി. എ പി 4 ആണെന്നുണ്ടെങ്കിൽ പി ബിയും എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ പി ബിയും 4 ആണ്. അപ്പോൾ എ ബി ഈക്വൽ ടു എന്ത് വരും? 4 + 4 8 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ആ സർക്കിളിൻ്റെ കോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 8 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ,
ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ ലാർജ് സർക്കിൾ വിച്ച് ടച്ചസ് ദ സ്മോൾ സർക്കിൾ ഈസ് 8 സെൻറ്റിമീറ്റർ. വലിയ സർക്കിളിൻ്റെ കോഡ് അത് ചെറിയ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ഒരു കോഡാണ്. ആ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ.